വന്ദേമാതരം ആലപിക്കുന്നതിലെ സംസ്ഥാന സർക്കാർ നിലപാട് ദേശീയ തലത്തിൽ ചർച്ചയാക്കി ബി.ജെ.പി. വന്ദേമാതരത്തെ കോൺഗ്രസ് സർക്കാർ അപമാനിക്കുന്നു എന്നാണ് ആരോപണം. വെടിവെച്ചു കൊന്നാലും വന്ദേമാതരം മുഴുവൻ ആലപിക്കില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെയും കെ മുരളീധരന്റെയും പ്രതികരണങ്ങൾ ഉയർത്തിക്കാട്ടി ബി.ജെ.പിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുമുണ്ട്. അതേസമയം വന്ദേമാതരത്തെ ബി.ജെ.പി. രാഷ്ട്രീയ ഉപകരണമാക്കുകയാണെന്നുള്ള വിമർശനം കടുപ്പിക്കുന്നു കോൺഗ്രസ്. അതിൽ പലരോട് ചേരുകയാണ്. അതിൽ ചീഫ് സെക്രട്ടറി അനുകൂലമായ ഒരു ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയെങ്കിലും മന്ത്രിമാർ ഒറ്റക്കെട്ടായി പറയുന്നുണ്ട് ആദ്യത്തെ 2 ഖണ്ഡിക മാത്രമേ ഇതുവരെ ചരിത്രത്തിന്റെ 1950 മുതൽ കോൺഗ്രസ് പിന്തുടർന്ന് വന്ന ഒരു നിലപാടതാണ്, തീരുമാനം അതാണ്. ആദ്യ ഖണ്ഡിക മാത്രമേ വായിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി നമ്മുടെ മതേതര പാരമ്പര്യത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് വന്ദേമാതരം മുഴുവനായി പാടാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കെ മുരളീധരൻ പറഞ്ഞു. വെടിവെച്ചു കൊന്നാലും പാടാൻ ഉദ്ദേശിക്കുന്നില്ല. മോദി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പിയും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിലാണ് ദേശീയ തലത്തിൽ ബി.ജെ.പി. ഒരു ആയുധമാക്കി മാറ്റുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ വന്ദേമാതരത്തെ അപമാനിക്കാനും ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമമുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് വിമർശനങ്ങൾ ഇപ്പോൾ രൂക്ഷമാകുന്നത്. ദേശീയ തലത്തിൽ തന്നെ ദേശീയ ബി.ജെ.പിയുടെ ഹാൻഡിലുകൾ തന്നെ ഈ കോൺഗ്രസ് മന്ത്രിമാരുടെയും എം.പിമാരുടെയും എല്ലാം ഈ വാചകങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് വിമർശനങ്ങൾ രൂക്ഷമാകുന്നത്. പ്രത്യേകിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം.പിയാണ് വെടിവെച്ചു കൊന്നാൽ പോലും തങ്ങൾ ഈ ജീവിതകാലത്തിൽ മോദി പറഞ്ഞാൽ ഇത് കേൾക്കില്ല, വന്ദേമാതരം മുഴുവനായി ആലപിക്കില്ല കേരളത്തിൽ എന്ന് ആവർത്തിച്ചു പറഞ്ഞത്. റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അത് പറയുകയും ചെയ്തത്. ഏതായാലും അതടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വിമർശനവും ആരോപണങ്ങളുമാണ് ദേശീയ തലത്തിൽ ബി.ജെ.പി. ഉയർത്തുന്നത്. ഇതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ ഈ വരുന്ന 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം ആലപിക്കാനും വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമാക്കാനും തീരുമാനിച്ചിരുന്നു. ഹെലികോപ്റ്ററിൽ വ്യോമസേന ഹെലികോപ്റ്ററിൽ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം കാണിച്ചുകൊണ്ടുള്ള അതിന്റെ അടയാളപ്പെടുത്തുന്ന ഒരു ബാനർ പ്രദർശിപ്പിക്കും. പിന്നീട് പുഷ്പവൃഷ്ടി നടത്തും. അങ്ങനെ വിവിധ പരിപാടികളാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. വന്ദേമാതരത്തെ അംഗീകരിക്കുന്നു. പക്ഷേ വന്ദേമാതരത്തെ രാഷ്ട്രീയ ഉപകരണമാക്കുന്ന രീതി അംഗീകരിക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ മറുപടിയായി ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കേരളത്തിലെ ചർച്ച ദേശീയ തലത്തിലും വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കുകയാണ് ബി.ജെ.പി. ഹാൻഡിലുകൾ. ശരിയാണ്.